ഈ സീസണിലെ ഫോമില്ലായ്മയുടെയും വിമർശനങ്ങളുടെയും കരിനിഴലുകളെ തൂത്തെറിഞ്ഞ് സായ് സുദർശൻ എന്ന പോരാളി ഇന്ന് ചിന്നസ്വാമിയിൽ പുനർജനിച്ചിരിക്കുന്നു. കരിയറിലെ ഒരു മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരുന്നു ഈ യുവതാരം. എന്നാൽ ഏറ്റവും കരുത്തരായ RCB നിരക്കെതിരെ അവരുടെ സ്വന്തം കോട്ടയിൽ വെച്ച് തന്നെ ഇത്തരമൊരു രാജകീയ തിരിച്ചുവരവ് നടത്താൻ സായ് തിരഞ്ഞെടുത്തത് നിശ്ചയദാർഢ്യത്തിന്റെ വഴിയായിരുന്നു. ഫോമില്ലായ്മയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഒരു ഫിനിഷ് പക്ഷിയെ പോലെ സായ് ഇന്ന് ബാറ്റിംഗ് ക്രീസിൽ ജ്വലിച്ചു നിന്നു. ഒരു ശില്പി കല്ലിൽ വിസ്മയം തീർക്കുന്നത് പോലെ അതീവ ശ്രദ്ധയോടെയാണ് സായ് ഇന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തത്. ഓരോ പന്തിനെയും ആസൂത്രിതമായി നേരിട്ട് തന്റെ സെഞ്ചുറി അദ്ദേഹം മാനുഫാക്ചർ ചെയ്തെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ വിക്കറ്റ് കളയാതെ നിലയുറപ്പിക്കുകയും കൃത്യമായ ഇടവേളകളിൽ സിംഗിളുകൾ കണ്ടെത്തി സ്കോർ ബോർഡ് ചലിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം പിന്നീട് ഗിയർ മാറ്റി ആക്രമണത്തിന്റെ പുതിയ ശൈലി പുറത്തെടുത്തു. 57 പന്തിൽ 100 റൺസ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അദ്ദേഹം എത്തിയത് വെറുമൊരു വെടിക്കെട്ടിലൂടെയല്ല, മറിച്ച് സാങ്കേതിക തികവും ആത്മവിശ്വാസവും സമന്വയിപ്പിച്ച ഒരു ക്രാഫ്റ്റ്സ്മാന്റെ മികവോടെയാണ്. RCBയുടെ ലോകോത്തര ബൗളിംഗ് നിരയെ സായ് സുദർശൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കി. ജോസ് ഹെയ്സൽവുഡിന്റെ കൃത്യതയാർന്ന പന്തുകളെയും ഭുവനേശ്വർ കുമാറിന്റെ തന്ത്രങ്ങളെയും അദ്ദേഹം അനായാസം അതിർത്തി കടത്തി. 11 ഫോറുകളും 5 സിക്സറുകളും. ആ ബാറ്റിൽ നിന്ന് പ്രഹരിച്ചപ്പോൾ സ്റ്റാർ ബൗളർമാർ പോലും എവിടെ പന്തെറിയണമെന്ന് അറിയാതെ കുടുങ്ങുകയായിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ഓരോ ബൗളറുടെയും ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലുള്ള ആധിപത്യമാണ് സായ് സുദർശൻ ഇന്ന് മൈതാനത്ത് കാഴ്ചവെച്ചത്. ഈ ഇന്നിംഗ്സിന്റെ ഏറ്റവും ഹൃദ്യമായ നിമിഷം സായ് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോഴായിരുന്നു. സ്വന്തം ടീം തോൽവിയുടെ വക്കിലാണെങ്കിൽ പോലും സായിയുടെ ആ പ്രകടനത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ RCB ആരാധകർ മടിച്ചില്ലായിരുന്നു. ചിന്നസ്വാമിയിൽ ആവേശകരമായ ജനക്കൂട്ടം ശത്രുതകൾ മറന്ന് ആ യുവതാരത്തിന്റെ പോരാട്ടവീരത്തെ ആദരിച്ചപ്പോൾ അത് ക്രിക്കറ്റ് എന്ന കളിയുടെ സൗന്ദര്യമായി മാറി. ഈ ചരിത്ര ഇന്നിംഗ്സിനിടയിൽ സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് IPLൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികക്കുന്ന താരമെന്ന ബഹുമതിയും സായ് സ്വന്തമാക്കി. മോശം ഫോമിൽ നിന്ന് വന്ന് ഏറ്റവും വലിയ വേദിയിൽ ഏറ്റവും കരുത്തരായ എതിരാളികൾക്കെതിരെ നേടിയ ഈ സെഞ്ചുറി വളരെ മികച്ചതാണ്.